ക്ഷമിക്കണം, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഞാൻ RJ അഞ്ജലി. എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കി. സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ഒരു ആഭ്യന്തര കുറ്റമായിട്ട് എല്ലാവരും എടുത്ത് സംസാരിക്കുന്ന ഒരു വിഷയമാണ് RJ അഞ്ജലിയും അവരുടെ സുഹൃത്ത് നിരഞ്ജനയും കൂടി നടത്തിയ ഒരു പ്രാങ്ക് കോൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. ഇവര് ഒരു ലേഡിയെ വിളിക്കണം, മെഹന്തി ആർട്ടിസ്റ്റ് ആണ്. അവരെ വിളിച്ചിട്ട് കുണ്ടിയിൽ മൈലാഞ്ചി ഇട്ട് തരുമെന്ന് ചോദിക്കണം. ഈ പറയുന്ന നിരഞ്ജന, ഈ RJ അഞ്ജലിയുടെ സുഹൃത്തായ നിരഞ്ജന സംസാരിക്കുന്ന അവരുടെ വിവാഹമാണ്. അപ്പൊ അതിന് അവരുടെ ഭർത്താവ് ആവാൻ പോകുന്ന ചെക്കിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കുണ്ടിയിൽ മെഹന്തി ഇട്ട് കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. കുണ്ടി എന്നൊക്കെ പറഞ്ഞ വലിയൊരു വിഷയമാണോ എന്ന് എനിക്കെന്നറിയില്ല. കാരണം നമ്മുടെ മീശമാധവനി പറയണ്ടല്ലോ, കേസ് എടുക്കാൻ പറയുമ്പോൾ കുണ്ടി എന്നൊന്നും എഴുതാൻ പറയില്ല, FIR എഴുതാൻ പറ്റൂല എന്ന് പറയുമ്പോൾ കുണ്ടി എന്ന് വേണ്ട ചന്തി നായിക്കോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കേട്ട് ചിരിച്ചവരാണ് നമ്മ, ആർത്തി ചിരിച്ചതാണ്. അപ്പൊ ഈ കുണ്ടി എന്നൊക്കെ പറഞ്ഞ അത്ര വലിയ വിഷയമാണോ അല്ലെങ്കിൽ അത്രയും വലിയ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവമാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ അത് വിട്ടല്ല, കുണ്ടീനെ കുറിച്ച് അധികം വിമർശിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ അധികമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും കുണ്ടിയിൽ മൈലാഞ്ചിടാൻ പറ്റുമോ എന്ന് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനോട് ചോദിക്കുന്നു. അതൊരു പാവം ചേച്ചി പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ചോദ്യം കേട്ടപ്പോൾ തന്നെ അവർ വേഗം കോൾ കട്ട് ചെയ്യാണ്. ഇവർ വീണ്ടും കോൾ വിളിക്കുമ്പോൾ അവർ പിന്നെ കോൾ എടുക്കുന്നില്ല. ഇതായിരുന്നു പ്രാങ്ക്. ആ പ്രാങ്ക് ഇവർ ചെയ്തു. അതിനെ നമ്മുടെ മൂപ്പൻസ് വ്ളോഗ് എടുത്തിട്ട് വിമർശിച്ചു. മൂപ്പൻസ് വ്ളോഗ് ഈ വിഷയം ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 മണിക്കൂറിന് മുമ്പായിട്ട് തന്നെ ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. ഞാനപ്പോൾ തന്നെ ഈ പറയുന്ന RJ അഞ്ജലി എന്ന് പറയുന്ന റെഡ് FM-ലൊക്കെ ജോക്കിയായിരുന്നു, അങ്ങനെയല്ല പറയുന്നത്, അതെ, അവരെ ചാനലിൽ ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ആൾക്കാർ സപ്പോർട്ട് ഉണ്ട്. ചില കമന്റുകൾ മാത്രമേ എനിക്ക് മോശമായിട്ട് തോന്നിയുള്ളൂ. ഞാൻ വിട്ടു. എന്നാൽ അടുത്ത ദിവസം മുതൽ പിന്നെ കാണുന്നത് ഈ RJ അഞ്ജലി എന്ന് പറയുന്ന ലേഡി ചെയ്ത് എന്തോ ഒരു കുറ്റം പോലെയാണ്. അവർ ചെയ്യാൻ പാടില്ലാത്ത എന്തോ വലിയൊരു പ്രാങ്ക് ചെയ്തേക്കാണ്. ആ പ്രാങ്ക് കൊണ്ട് എന്തോ ആരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു പോയ പോലെയാണ് പലരുടെയും വീഡിയോസ് കണ്ടപ്പോൾ തോന്നുന്നത്. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ കാണുന്ന കുറെ തമ്മിലുകളിൽ ഈ പറയുന്ന RJ അഞ്ജലിയുടെ ജോലി നഷ്ടപ്പെട്ടു, അവരെ അറസ്റ്റ് ചെയ്തു, അവരെ കേസ് എടുത്തു. അപ്പൊ ഈ കേസൊക്കെ പേടിച്ചിട്ട് അവർ മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് കാണാനിടയായത്. ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഈ പറയുന്ന RJ അഞ്ജലി എന്ന് പറയുന്ന ലേഡി അവരെ ചാനലിൽ മാപ്പ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്ത് ഞാൻ കാണാനിടയുണ്ടായത്. ഈ പറയുന്ന RJ അഞ്ജലിക്ക് തന്നെ അവർ ചെയ്തെന്തോ അന്താരാഷ്ട്ര കുറ്റമായിട്ട് അവർക്ക് തോന്നി തുടങ്ങിയെന്നാണ്. കാരണം കമന്റ് ബോക്സും ആൾക്കാരുടെ വിമർശനമൊക്കെ കേട്ടപ്പോൾ അവർക്ക് തന്നെ തോന്നുന്നുണ്ട് അവർ ചെയ്ത ഈ പ്രാങ്ക് വീഡിയോ എന്തോ അന്താരാഷ്ട്ര കുറ്റമായിന്ന്. ആ ഒരു തോന്നലിൽ അവർ വന്നിട്ട് മാപ്പ് പറഞ്ഞേക്കാണ്. ഈ ഒരു പ്രാങ്ക് കണ്ടിട്ട് ഇത്രയും കുരുപൊട്ടിയവരോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ പ്രാങ്ക് വീഡിയോസ് അല്ലെങ്കിൽ മലയാളം പ്രാങ്ക് വീഡിയോസ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കാണാം. ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക്, ഓരോരുത്തരുടെ കുടുംബത്തിലേക്ക്, ഓരോരുത്തരുടെ തൊഴിൽ സ്ഥാപനങ്ങളിലേക്കൊക്കെ കയറി ചെന്നിട്ട് പ്രാങ്ക് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ്, അതിൽ ലക്ഷക്കണക്കിന് വ്യൂസൊക്കെ ഉള്ള ഓരോ വീഡിയോസിൽ കരയുന്നത് കാണാം. നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ മുമ്പേ നമുക്ക് ഈ പറയുന്ന RJ അഞ്ജലി മാപ്പ് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. എനിക്കതൊരു വലിയൊരു വിഷയമായിട്ട് തോന്നിയില്ല. അതേപോലെ തന്നെ പല എൻ്റെ സുഹൃത്തുക്കൾ ചെയ്ത വീഡിയോസിലൊക്കെ ഈ RJ അഞ്ജലി എന്ന് പറയാൻ ഞാൻ കേട്ടിരുന്നു. പക്ഷെ അവരുടെ കൂടെ ഈ വിഷയത്തിൽ കൂടുതൽ ഇൻപുട്ട് ഇട്ടിരിക്കുന്ന നിരഞ്ജന എന്ന് പറയുന്ന ലേഡി, ഫാഷൻ മോഡലാണെന്നൊക്കെ പറഞ്ഞാണ് അവരുടെ പ്രൊഫൈലിൽ കാണുന്നത്. അവരെ പേരൊന്നും പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല. എന്തോ പേരറിയാത്ത കൊണ്ടാണോ അല്ലെങ്കിൽ ഈ പറയുന്ന RJ അഞ്ജലിയുടെ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻറ്റ് ആരും ഈ പറയുന്ന നിരഞ്ജനക്ക് കൊടുക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഈ RJ അഞ്ജലി പറഞ്ഞേക്കണ മാപ്പ് വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. കാരണം ഇത് കേട്ടപ്പോൾ കുറെ പേർക്ക് സമാധാനമുണ്ട്. ചിലർ പറയുന്നുണ്ട് ഈ മാപ്പ് വീഡിയോയിൽ പോലും ഒരു ആത്മാർത്ഥത ഇല്ലെന്ന്. അപ്പൊ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ വലിയൊരു സംഭവമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും RJ അഞ്ജലിയുടെ മാപ്പ് വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ക്ഷമിക്കണം, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഞാൻ RJ അഞ്ജലി. എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ്. വീഡിയോ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മീശമാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ്. അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത്. വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല.
പ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല, ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലെ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും. ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. എല്ലാ തിരുത്തരവാദിക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാവത്തിന് തന്നെ തോന്നി തുടങ്ങി അവർ അതെന്തോ വലിയ അന്താരാഷ്ട്ര കുറ്റമായിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കൗമുദി TV-യിൽ ഒരു പ്രാങ്ക് വീഡിയോ കാണണ്ടേ. എന്റെ തമ്മിൽ എങ്ങനെയാണെന്ന് അറിയോ, മന്ത്രിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ എത്തിയ ഷെഫിന്റെ തെറി അഭിഷേകം എന്നും പറഞ്ഞിട്ടൊരു പ്രാങ്ക് വീഡിയോ കൗമുദി TV എന്ന് പറഞ്ഞ ചാനൽ ഞാൻ കാണാനിടയായി. അതിന്റെ തമ്മില് അങ്ങനെയായിരുന്നു. അതിൽ ചില കമന്റുകൾ നല്ല രസമുണ്ടായിരുന്നു. ഈ എപ്പിസോഡ് ഞങ്ങൾ എല്ലാവരും ഇത്രത്തോളം ചിരിച്ച വേറെ എപ്പിസോഡ് അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചേച്ചിക്ക് ദേഷ്യം വരുമ്പോൾ ചുരിദാർ മടക്കി കുത്താൻ നോക്കുന്നു, തെറിവിളിയിൽ ഭൂമി കുലുങ്ങി. പലരും ആ ഒരു എപ്പിസോഡ് വളരെ എൻജോയ് ചെയ്തിട്ട് കണ്ട പോലെ എനിക്ക് തോന്നി. ഭയങ്കര നല്ല ചിരിച്ച് സന്തോഷിച്ച് ഹാപ്പി ആയാണ് ആ എപ്പിസോഡ് പലരും കണ്ടേക്കണത്. പക്ഷെ ആ എപ്പിസോഡിലേക്ക് ഇവർ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ലേഡി ആ എപ്പിസോഡിനിടയിൽ കരയുന്നുണ്ട്. കാരണം ഇവർ പ്രാങ്ക് ചെയ്യാണ്. അവരുണ്ടാക്കിയ ഫുഡ് കൂടിയിരിക്കുന്ന ആളെന്ത് ചെയ്ത് അതിൽ ഉപ്പും മുളകും ഭാര്യമൊക്കെ ഇട്ടേക്കാണ്. മന്ത്രിക്ക് ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നേക്കണത്. ആ സമയത്ത് ഓഫീസർമാർ വന്നിട്ട് എന്താണ് ഫുഡ് ഇങ്ങനെ ഉണ്ടായി, ഇനി നിങ്ങളുടെ പേര് കേസൊക്കെ എടുക്കുമെന്ന് പറയുമ്പോൾ ആ ലേഡി കരയുണ്ട്. ഒരു പ്രായമായ ഒരു സ്ത്രീയാണ്. അവരെന്നെ പറയണ്ട, അവർക്ക് 3 മക്കളുണ്ട്. ആ 3 മക്കളെ നോക്കാൻ വേണ്ടിയാണ് അവർ വന്നേക്കുന്നത്. അവർ കരയാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ ഈ കരച്ചിൽ ഒക്കെ കണ്ടിട്ട് ചിരിക്കണല്ലായി, ഹാപ്പി ആവുകയാണ്. എന്തേ അതൊന്നും ഒരു പ്രാങ്കായിട്ട് തോന്നണല്ലേ, ആരുടെയും ജീവിതത്തിലേക്ക് കടന്നു കയറണമായിട്ട് തോന്നണല്ലേ. ഈ ഉദാഹരണത്തിനാണ് ഈ കൗമുദി TV എടുത്തത്. കാരണം അവരെ ചാനലിൽ തന്നെ ഒരുപാട് പ്രാങ്ക് ഉണ്ട്. ഇന്ന് ഈ പറയുന്ന നമ്മുടെ തരികിട മുതൽ ഇന്ന് കാണുന്ന ഈ പ്രാങ്ക് ഷോകൾ വരെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. മറ്റുള്ളവന്റെ വേദനയിലാണ് പലരും ചിരി കണ്ടെത്തുന്നത്. അവനെ വേദനിപ്പിച്ച്, അവനെ വിഷമിപ്പിച്ച്, അവനെ മൊത്തമായിട്ട് തകർത്തതിന് ശേഷം ഇത് പ്രാങ്കാണ് എന്നും പറഞ്ഞ് കാണിച്ചിട്ട് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് പല പ്രാങ്ക് വീഡിയോ നമ്മൾ കാണുന്നത്. എന്താ അതൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ തോന്നാറില്ലേ? ഈ ഒരു ലേഡിയെ വിളിച്ചിട്ട്, ആ ലേഡിയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, ആ ലേഡിയെ വിളിച്ചിട്ട് കുണ്ടിയിൽ മൈലാഞ്ചി ഇടുമെന്ന് ചോദിക്കുമ്പോൾ അതൊരു അന്താരാഷ്ട്ര പ്രശ്നമായി എടുക്കുന്നവരോടാണ് എനിക്ക് ഈ ചോദ്യം. പലരും തമ്മിലിട്ട് ഞാൻ കാണുന്നുണ്ട്. എന്താ തമ്മിലിട്ട് ഇവരെ ജോലി പോയിന്ന്, ഈ പ്രാങ്ക് വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ അവര് ജോലി പോയിന്ന്. അതിനുള്ള ഉത്തരവ് ഇവർ പറയുന്നുണ്ട്. ഇവര് മുൻപേ ഈ ജോലി അവർ കളഞ്ഞതാണ്. എന്നിട്ടാണ് അവരിപ്പോ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ കൂടി തന്നെ ഈ പ്രാങ്ക് വീഡിയോയുടെ പരിപാടി തുടങ്ങിയത്. അതിനെക്കുറിച്ച് അവർ പറയുന്നത് നമുക്ക് കേട്ടോക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ഞാൻ RJ അഞ്ജലി. ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാരണം, ഇതിൽ വന്ന പ്രതിഷേധം കാരണം എൻ്റെ RJ പണി പോയി. അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ. ഞാൻ കഴിഞ്ഞ 12 വർഷമായി വർക്ക് ചെയ്തിരുന്ന FM സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു. ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്ക് കോൾ ചെയ്യുന്ന RJ ആണ്. ഈ ആരോപണം തെറ്റാണ്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ പ്രാങ്ക് കോൾ ചെയ്യാറുണ്ട്. ഇതിനിടയിൽ എത്ര പ്രാങ്ക് കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല. നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ 2 വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ. ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്റെ അറിവിലില്ല. യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അയ്യോ ശരിയാണ്, എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി ഒരാൾ പ്രാങ്ക് വീഡിയോ ചെയ്തപ്പോൾ അവരെ നല്ല രീതിയിൽ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പലരും ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ എനിക്ക് വരെ വിഷയം കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ചാൽ, ആ വിളിച്ച സമയത്ത് ആ മെഹന്തി ഇടുന്ന ഒരു ലേഡി 2 തെറി പറഞ്ഞിരുന്നെങ്കിൽ ഇത്രത്തോളം വിമർശനങ്ങൾ ഈ പറയുന്ന അഞ്ജലി എന്ന് പറഞ്ഞ ഈ RJ കേൾക്കേണ്ടി വരില്ലായിരുന്നു. കാരണം അത് ഒരു പാവം സ്ത്രീ ആയതുകൊണ്ട് പെട്ടെന്നുള്ള ഇങ്ങനെ ഒരു കോള് വന്നുകൊണ്ട് അവരെന്തെങ്കിലും പരിഭ്രമം കൊണ്ടായിരിക്കാം പെട്ടെന്ന് കോൾ കട്ടുകയും ചെയ്യണം ചെയ്തത്. അതാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും ആ ലേഡിയെ സപ്പോർട്ട് ചെയ്ത് ഈ പറയുന്ന RJ അഞ്ജലിയെ ഇത്രത്തോളം വിമർശിക്കാൻ കാരണം. അതല്ലാതെ സമൂഹത്തിനോടുള്ളതോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ലേഡിയെ വിളിച്ച് അവരെ ജോലിയെ ഇങ്ങനെ വിമർശിച്ചു, അല്ലെങ്കിൽ ഇതേപോലെ എന്തോ ഡിക്ഷണറിയിലില്ലാത്ത ഈ വാക്കുകളൊക്കെ എടുത്ത് ഉപയോഗിച്ചത് കൊണ്ടൊന്നുമല്ല ആരും ഇത്രത്തോളം വിമർശിച്ചത്. ഇനി അതല്ലെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു റോട്ടിൽ കൂടി നമ്മൾ പോയി, ഒരു കാറ്, ഇപ്പം നിങ്ങളുടെ ഒരു കാറ് നിങ്ങളുടെ സൈഡ് കൃത്യം സൈഡിൽ കൂടി നിങ്ങൾ വണ്ടി ഓടിച്ചു വരാൻ, ഞാനൊരു ബൈക്കുകാരൻ, ഞാൻ ഓപ്പോസിറ്റ് സൈഡ്, ഞാൻ റോങ് സൈഡ് വന്ന് നിങ്ങളുടെ കാറിനെ മുന്നിൽ വന്ന് ചാടി, നിങ്ങൾ കാർ വന്ന് എൻ്റെ മേത്ത് ഇടിച്ച്, ആൾക്കാർ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എന്നെ സപ്പോർട്ട് ചെയ്യും. കാരണം എൻ്റെ 2 ചക്രമല്ലേ ഉള്ളൂ എൻ്റെ ബൈക്കിന്, നിങ്ങൾക്ക് 4 ചക്രമുള്ള കാറാണ്. അപ്പം അങ്ങനെയാണ് വലിപ്പ ചെറുപ്പം നോക്കിയാണ് നമ്മുടെ സമൂഹം ഓരോ വിഷയത്തിൽ വിലയിരുത്തുന്നത്. അതേപോലെ എനിക്ക് പല വിഷയം എനിക്ക് ഇവിടെ തോന്നാറ്. നിങ്ങൾ ഇപ്പം ഈ പറയുന്ന RJ അഞ്ജലിയെ വിമർശിച്ചതിനോ കൊണ്ടോ അല്ലെങ്കിൽ അതിൽ വിമർശിച്ച് കമന്റ് ഇട്ടതിനോ കൊണ്ടോ ഒന്നും ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. ഈ RJ അഞ്ജലി ചെയ്തത് ശരിയാണെന്ന് ഞാൻ സപ്പോർട്ടും ചെയ്യുന്നില്ല. കാരണം
എനിക്ക് ഈ പറയുന്ന പ്രാങ്ക് വീഡിയോസൊന്നും എനിക്ക് ഒരു താല്പര്യമില്ലാത്ത കാര്യമാണ്. മറ്റുള്ളവൻ്റെ വിഷമങ്ങളോ മറ്റുള്ളവൻ്റെ സങ്കടങ്ങളോ മറ്റുള്ളവൻ്റെ സന്തോഷത്തിലോ ജീവിതത്തിലോ കടന്നു കയറിയിട്ട് അവിടെ ഒരു ഫണ്ട് ഉണ്ടാക്കുന്നവരോട് ഒരു തരത്തിലുള്ള താല്പര്യം എനിക്കില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇതിനേക്കാൾ മേലെ മോശം പ്രവൃത്തികൾ അപ്പുറം നടക്കുമ്പോൾ ഈ ഒരു ചെറിയൊരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു 1.25 മിനിറ്റിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അത് എന്തോ അന്താരാഷ്ട്ര കുറ്റമായിട്ട് എടുത്ത് കണ്ടിട്ട് അതിനെ സംസാരിക്കുന്നതും വിമർശിക്കുന്നതും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത്. അതേ മാത്രമേ അല്ലാണ്ട് ഇവർ ചെയ്ത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വലിയൊരു മന്ത് ചെളി പൂത്തി വെച്ചിട്ട് ചെറിയ മന്തൊക്കെ കാണുമ്പോൾ മന്ദ എന്ന് വിളിക്കുന്നത് ശരിയല്ല. അത് മാത്രം ഞാൻ ഇതിലൂടെ പറയുന്നു. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ബൈ. എൻ്റെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. നിങ്ങളുടെ ചിന്താഗതിയിൽ ഞാൻ വലിയൊരു തെറ്റ് പറഞ്ഞ ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ബൈ.